വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് വീണ്ടും വളരെ 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 സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് വി ആർ 30,000 സബ്സ്ക്രൈബേഴ്സ്. സോ ഇങ്ങനൊരു അച്ചീവ്മെൻറ്റ് കിട്ടാൻ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. നിങ്ങൾ തരുന്ന ഓരോ നല്ല കോമൻസും ആണ് എനിക്കിതുപോലുള്ള വീഡിയോസ് ഇനി സ്പെഷ്യലി ലോങ് വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരു കുട്ടി കഥ പറയാനുണ്ട്. ഞാനിപ്പോൾ ജർമ്മനിയിൽ വന്നിട്ട് ഏകദേശം ഒരു 6 മാസമായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു 6 മാസത്തിനിടയിൽ എന്താ പറയുക, ഒരു ലൈഫ് ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് പോകുന്നത്. ഇതിലൊരു ഈ ഡൗൺ എന്ന് പറയുന്ന ഒരു ഗ്രാഫിൽ വലിയൊരു പങ്ക് വഹിക്കാൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ബാരിയർ തന്നെയാണ്. കാര്യം നമ്മൾ നാട്ടിൽ B2 അല്ലെങ്കിൽ B1 ഒക്കെ പാസ്സായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. ബട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറയുന്നത് B2 ജസ്റ്റ് പാസ്സായ സ്റ്റുഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ B2 എക്സാംസ് 1-2 മൊഡ്യൂൾസ് പാസ്സായിട്ട് ഇനി ഒരു പാർട്ട് ടൈം പോലെ നമ്മൾ പഠിപ്പിക്കാൻ വരുന്ന സ്റ്റുഡൻസും നമ്മളെ പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് വി റിസീവ് അല്ലെങ്കിൽ നമ്മൾ കൺസീവ് ചെയ്യുന്നത് എത്രമാത്രം ആയിരിക്കും എന്നുള്ളത് കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് നമ്മളൊരു ജർമ്മൻ നേറ്റീവ് സ്പീക്കർ എങ്കിലും നമ്മളൊന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ബട്ട് അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല നമുക്കൊരു ജർമ്മൻ നേറ്റീവ് സ്പീക്കറിനെ കിട്ടുക എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഒരു ജർമ്മൻ നേറ്റീവ് സ്പീക്കർ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, അവർക്കൊരു ടീച്ചിങ് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതും നമുക്ക് നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് പോപ്പപ്പ് ചെയ്ത ഒരു ഐഡിയ ആണ് ഇന്ന് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ഇൻട്രൊഡ്യൂസ് യു ടു വോക്സ്നോവ അക്കാഡമി. വോക്സ്നോവ അക്കാഡമി എന്ന് പറയുന്നത് നമ്മുടെ ജർമ്മനിയിൽ തന്നെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. സോ വോക്സ്നോവ അക്കാഡമിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വി ആർ ഇൻട്രൊഡ്യൂസിങ് ജർമ്മൻ നേറ്റീവ് സ്പീക്കേഴ്സ്. സോ A1 കോഴ്സിൽ തന്നെ നമ്മളൊരു ജർമ്മൻ ടീച്ചറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയുണ്ടാവും. പക്ഷേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓരോ സ്റ്റുഡൻസിനും ഇൻഡിവിജ്വൽ അറ്റൻഷന് വേണ്ടിയിട്ട് ഓരോ പേഴ്സണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മല്ലു ടീച്ചേഴ്സിനെ നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ട്. സോ യു ആർ ഗെറ്റിംഗ് 2 ടീച്ചേഴ്സ്. സോ നമുക്ക് ഡെയിലി 2 സെഷനാണ് വരുന്നത്. അതായത് ഫസ്റ്റ് സെഷൻ വിൽ ബി ഹാൻഡിൽഡ് ബൈ ദ ജർമ്മൻ നേറ്റീവ് സ്പീക്കേഴ്സ് അല്ലെങ്കിൽ ജർമ്മൻ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് സെഷൻ വിൽ ബി ഹാൻഡിൽഡ് ബൈ B2 ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ മല്ലു ടീച്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത് ഡെയിലി 2 സെഷനായിട്ടാണ് നമുക്ക് ക്ലാസ്സസ് വരുന്നത്. ഇന്ത്യൻ ടീച്ചേഴ്സിൻ്റെ ഒരു ടീമിൽ ഞാനും ഉണ്ടാവും നിങ്ങളെ മെൻറ്റർ ചെയ്യാനായിട്ട്. ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ജർമ്മൻ നേറ്റീവ് സ്പീക്കേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കോഴ്സ് സ്ട്രക്ചർ ആയിരിക്കും എന്ന്. അല്ല, നമ്മൾ വളരെ അഫോർഡബിൾ ആയിട്ട് എല്ലാ സ്റ്റുഡൻസിനും ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫീ സ്ട്രക്ചറാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 45 ഡേയ്സ് ഡ്യൂറേഷൻ ആയിരിക്കും A1 ക്ലാസ്സസ് നമ്മൾ എടുക്കുന്നത്. 45 ഡേയ്സിൻ്റെ ക്ലാസ്സിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് 11,250 ഇന്ത്യൻ റുപ്പീസാണ്. സോ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 1 നമ്മൾ 15 സ്റ്റുഡൻസിൻ്റെ ഒരു ഓർഗാനിക് ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ വൺ ഓഫ് ദ 15. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്യാവുന്നതാണ്. മോർ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് വാട്സാപ്പിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ലാതെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എനിക്ക് DM ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ബാക്കി നമുക്ക് ക്ലാസ്സിൽ കാണാം. ബൈ.